ശരിക്കും ഇവിടെ ആൾക്കാർ പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കും. എസ്പെഷ്യലി പട്ടീനത് കഴിക്കും. അങ്ങനെയൊക്കെ കേട്ടിട്ടാണ് ഈ നാഗാലാൻഡ് ദീമാപൂർ മാർക്കറ്റിലേക്ക് ഞാനും ചെന്നത്. ശരിക്കും രാവിലെ എത്രയും നേരത്തെയാണ് അവിടെ മാർക്കറ്റൊക്കെ ഓപ്പൺ ആവുന്നത്. അപ്പം നമ്മൾ പാമ്പിനെയൊക്കെ കഴിക്കുമെന്ന് പറയണത് നമ്മളുടെ നാട്ടിൽ മദിരാൻ എന്ന് പറയുന്ന ഒരു സംഭവമാണത്. ഈ മദിരാൻ എന്ന് പറയുന്ന മീനിനെ നമ്മൾ നാട്ടിൽ കഴിക്കുന്നതാണ് പലരും. പിന്നെ നമ്മളുടെ കറൂപ്പ് എന്ന് പറയുന്ന മീനുണ്ട്. പിന്നെ ആസാം വാള, പിന്നെ തിലാപ്പിയയുടെ കുറച്ച് സംഭവങ്ങൾ, രോഹു, ഇങ്ങനെയുള്ള മീനുകളും ഇതൊക്കെയാണ് അവിടെ ഫിഷ് മാർക്കറ്റുകളിൽ കാണാൻ സാധിച്ചത്. പിന്നെ കുറേ വെറൈറ്റീസ് ഞാൻ കണ്ടായിരുന്നു. അത് പല ഓരോ ഏരിയയിലും ഓരോ തരത്തിലുള്ള വെജിറ്റബിൾസ് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വെനസ്ഡേ മാർക്കറ്റിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തു നിന്നുള്ള ആൾക്കാരും പലതരത്തിലുള്ള അവരുടെ വെജിറ്റബിൾസ് കൊണ്ടുവന്ന് വിൽക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലുള്ള വെജിറ്റബിൾസും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇപ്പോൾ ഈ ഇലക്കറികൾ തന്നെ നമ്മളുടെ നാട്ടിൽ കുറച്ച് ചീരകൾ മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് ഒരുപാട് ചപ്പ് ചവറ് പോലെ തരത്തിൽ നമ്മൾ പലതരത്തിലുള്ള ഇലക്കറികൾ, ഇലച്ചീരകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതവർ സാലഡ്സിലൊക്കെ ഇടുന്നതാണ്. പിന്നെ എനിക്ക് കൗതുകം തോന്നുന്ന കുറേ വെജിറ്റബിൾസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ അധികം കാണാത്തതും അങ്ങനെയുള്ള കുറച്ച് വെജിറ്റബിൾസിലേക്കൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. ഇപ്പോൾ അമരപ്പയറൊക്കെ ആണെങ്കിൽ പോലും അവരുടെ അമരപ്പയർ ഇങ്ങനെ പയറായിട്ട് പൊളിച്ച് വെച്ചിരിക്കുന്നത്. ദെൻ പിന്നീട് പല കളറിലെ, വയലറ്റ് കളറിലെ, ഗ്രീൻ കളറിലെ, പിന്നെ വളരെ വീതി കൂടിയ പയറുകൾ, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കോളിഫ്ലവർ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബീൻസിൽ, ഇതിപ്പോൾ ഊട്ടിയിലും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇടയ്ക്ക് ഊട്ടിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വെജിറ്റബിൾസിലൊക്കെ ഞാൻ കാണാറുണ്ട്. ഇത് കുഞ്ഞി തരത്തിലുള്ള ഒരു പാവക്ക. ഇപ്പോൾ ശരിക്കും എറണാകുളം മാർക്കറ്റിലൊക്കെ ഇപ്പോൾ സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രോഡ്വേയിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഇത്തരം വെജിറ്റബിൾസൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഈ നോർത്ത് ഈസ്റ്റിലും പലതരത്തിലുള്ള ബംഗാളികളൊക്കെ അവിടെ താമസിക്കുന്നതുകൊണ്ട് അവർക്കിഷ്ടമുള്ള പച്ചക്കറികൾ അവർ ഇവിടെ എത്തിക്കുന്നുണ്ട്. ഈ മുളകിൻ്റെ ഒരു മാർക്കറ്റിൽ ഈ നാഗാലാൻഡിലെ കിങ് ചില്ലി എന്നറിയപ്പെടുന്നൊരു മുളകുണ്ട്. അതായത് അത് ഒരു വളരെ ചെറിയൊരളവിൽ നമ്മൾക്ക് ചെന്നാൽ പോലും ഭയങ്കര എരിവാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത എരിവാണ്. അപ്പോൾ അത് എല്ലാവരും നാഗാലാൻഡിൽ ചെല്ലുമ്പോൾ വാങ്ങിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾക്കും എരിവിൻ്റെയൊക്കെ ആശാന്മാരാണെന്ന് നമ്മൾ പറയും. പക്ഷേ ഈ എരിവെന്ന് പറയാൻ നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ക്രഷ്ഡ് ചില്ലീസ് പലതരത്തിലുള്ള ഇതിലും അവർ ക്രഷ്ഡായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ വാങ്ങിയത് അതിൻ്റെ റോ ഫോമിലും ഉണ്ട്, അത് ഉണക്കി വെച്ചതും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്രഷ്ഡ് ചില്ലിയും പിന്നെ അതുപോലെ തന്നെ മുഴുവൻ മുളകും ഞാൻ വാങ്ങിയായിരുന്നു. പിന്നെ ഇതുപോലത്തെ കുറേ ബീൻസുകൾ അതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ഇത് സൺഡേ മാർക്കറ്റിൽ വെജിറ്റബിൾസൊക്കെ പോകുമ്പോൾ ഞാൻ മേടിക്കാറുണ്ട്. പിന്നെ നമ്മുടെ കലൂർ പള്ളിയിൽ, എറണാകുളത്ത് കലൂർ പള്ളിയുടെ മുമ്പിലും ഇതുപോലത്തെ ഊട്ടി വെജിറ്റബിൾസൊക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. നമ്മൾ കണ്ട കിങ് ചില്ലിയുടെ ഫ്രഷ് ഫോമായി കാണുന്നത് അതും മേടിച്ചാലും പക്ഷേ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. അത് ചീത്തയായി പോകും. അപ്പോൾ കുറേ വെജിറ്റബിൾസ് എനിക്ക് അങ്ങനെ മേടിക്കണമെന്ന് തോന്നിയായിരുന്നു. എസ്പെഷ്യലി എനിക്ക് അമരപ്പയർ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ കാട്ടു തക്കാളി എന്നൊക്കെ പറയണ പോലെ ഈ മറ്റേ ചെറി ടൊമാറ്റോസ് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. പിന്നെ ഈ വെജിറ്റബിൾസ് നമ്മളുടെ എന്താ പറയുക, ചുരക്കിയ പോലത്തെ സംഭവങ്ങൾ, ഈ വഴുതനങ്ങയുടെ ഒരു നീളം കൂടിയ ഒരു വെറൈറ്റിയാണ്. മുളക് പോലെ ഇരിക്കും, അത് വഴുതനങ്ങയാണ്, പക്ഷേ നീളം കൂടിയ വെറൈറ്റിയാണ്. നമ്മൾക്ക് അത് പലതരത്തിലുള്ള വെജിറ്റബിൾ സംഭവങ്ങളിലും സാലഡ്സിലൊക്കെ ഇവർ ഇങ്ങനെ ബേക്ക് ചെയ്തിട്ട് ഇടാറുണ്ട്. ഇതൊരു കുഞ്ഞൻ വഴുതനയാണ്, മുളക് പോലെ ഇരിക്കുന്ന കുഞ്ഞൻ വഴുതനയാണ് നമുക്ക് കിട്ടുക. ഇതൊക്കെ നമ്മളുടെ അവിടെ വളരെ റെയറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. എസ്പെഷ്യലി ഈ പറയുന്ന ബ്രോഡ്വേ മാർക്കറ്റിൽ ഇതുപോലത്തെ കുറച്ച് വെറൈറ്റീസൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ മല്ലിയില പോലത്തെ കുറേ സംഭവങ്ങൾ, പലതരത്തിലുള്ള ചീരകൾ, ഉലുവ ചീരകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം നമ്മളുടെ എഗ് പ്ലാന്റ് എന്ന് പറയുന്നത് വഴുതനങ്ങയെ പോലെ ഇരിക്കുന്ന ഏറ്റവും വലിയൊരു സൈസാണത്. പക്ഷേ ഇതിലെന്ത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വില കുറവാണ് അവിടെ. നമ്മുടെ നാട്ടിലത് 80-100 രൂപ ഒരു കിലോയ്ക്ക് ഉണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യാനൊക്കെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് റെസിപ്പീസിലൊക്കെ ഈ പറയുന്ന എഗ് പ്ലാന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോറിൻ കൺട്രീസിലൊക്കെ അത് ഗ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പ് പോലെ അത് നമ്മൾ പലപ്പോഴും കഴിക്കാറുണ്ട്. ഫ്രൂട്ട്സ് മാർക്കറ്റിൽ പോയപ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല. കാരണം വെച്ചാൽ എല്ലാം നമ്മൾക്കറിയാവുന്ന, കാരണം വെച്ചാൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പല ഫ്രൂട്ട്സുകളാണ്. പിന്നെ നമ്മുടെ നാടൻ വിഭവങ്ങൾ ഇതൊക്കെ കാണുന്നത്. നാടൻ വിഭവങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത പലതും അവരുപയോഗിക്കുന്നുണ്ട്.
പിന്നെ ഈ വാഴപ്പിണ്ടി എന്നൊക്കെ പറയാം, വാഴപ്പിണ്ടിയിൽ തന്നെ ഒരു നീളമുള്ള വാഴപ്പിണ്ടിയുണ്ട്. അതൊരു പ്രത്യേകതരം വാഴയുടെ ഒരു പിണ്ടിയാണ്. അത് നമ്മളെ നാട്ടിൽ കാണാത്തൊരു വാഴപ്പിണ്ടിയാണ്. പിന്നെ വാഴപ്പിണ്ടിയല്ല, വാഴക്കൂമ്പ് എന്ന് പറയും. വാഴപ്പിണ്ടിയുണ്ട്, വാഴക്കൂമ്പുണ്ട്, പലതരത്തിലുള്ള സംഭവം. പിന്നെ നമ്മുടെ ഈ തഴുതാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔഷധ ഗുണമൊക്കെ ഉള്ള ഒരു ചീരയാണ്. ഈ നോർത്ത് ഈസ്റ്റിൽ പല സ്ഥലത്തും നമുക്ക് കാണാം, ഇൻക്ലൂഡിങ് ഞാൻ ചൈനയിലും ഈ മാർക്കറ്റിലൊക്കെ ഇതുപോലത്തെ തഴുതാമ ചീര കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആണ്. പിന്നെ ഈ പച്ച കളറിലെ വലിയ ഒരു ഹെഡ് പ്ലാന്റ്, അതും എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഞാൻ ഇത് ഞാൻ നാട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോകണം. എൻ്റെ ഒരു ചെറിയൊരു കൃഷിപ്രാന്തൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ചേമ്പ് വിത്താണ് ഇത് മേടിച്ചിട്ട് നാട്ടിൽ കൊണ്ട് നടണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ എനിക്ക് അത്രയും വെയിറ്റുകൾ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ച് പോകുന്നതാണ്. ഇതുപോലെ കുറച്ച് കിഴങ്ങുകൾ, ഈ മറ്റേ ശതാവരി കിഴങ്ങ്, അതുപോലെ തന്നെ കൂവക്കിഴങ്ങ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കിഴങ്ങുകളും ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ എനിക്ക് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്കും ചില നടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വിത്തുകൾ അന്വേഷിച്ചാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ മിക്കവാറും എല്ലാ പച്ചക്കറികളും ഇപ്പോൾ ഹൈബ്രിഡാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കൊണ്ടുപോയി നട്ടിട്ട് കാര്യമില്ല. ഇത് മുരിങ്ങാക്കോലാണ്, പക്ഷേ മുരിങ്ങാക്കോലിൻ്റെ ഏറ്റവും വളരെ ടെൻഡറായിട്ടുള്ള ആ സമയത്താണ് ഇവർ ഉപയോഗിക്കുന്നത്, നമ്മൾ അച്ചിങ്ങപ്പയർ പോലെ. എന്താ വെച്ചാൽ ഇത് അവർ കൂടുതൽ വളരെയധികം യൂസ് ചെയ്യുന്നത്. നമ്മുടെ മുരിങ്ങാക്കോൽ ഇത്തിരി വീർത്ത് വലുതായി കഴിഞ്ഞിട്ടൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇത് വളരെ ടെൻഡറായിട്ട് ഞാൻ മേടിച്ചായിരുന്നു കുറച്ച്, അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി. പിന്നെ ഇത് അവിടെ വളരെ കോമൺ ആയിട്ട് ഞാൻ കണ്ടേക്കണേ വെജിറ്റബിൾ മാർക്കറ്റിൽ ഇതുപോലത്തെ ഒരു ബീൻസാണ്. ഇത് യോക്മ എന്നൊക്കെ പറയണേ എന്തോ ഒരു ബീൻസാണ് ഇത്. ഈ ചൈനയിലൊക്കെ ഇതിൻ്റെ വലിയൊരു സംഭവം ഞാൻ കണ്ടേക്കണം. ഇതൊരു മരത്തിലുണ്ടാവുന്ന, നമ്മളുടെ നാട്ടിൽ ഇതുമായിട്ട് സാമ്യമായിട്ടുള്ള ഒരു വാളവരൊക്കെയാന്ന് പറയുന്ന ഒരു വലിയൊരു ബീൻസ് ഉണ്ട്, ലോങ് ബീൻസ് അതുപോലത്തെ. പക്ഷേ ഇതൊരു മരത്തിലാണ് ഉണ്ടാവണേ. ഈ മരം ശരിക്കും ഞാൻ താമസിക്കുന്ന ആ ഭാഗത്ത് ഈ മരം കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ക്ലാരിറ്റി വന്നു, ഇത് മരത്തിലുണ്ടാവുന്നതാണ്, വള്ളിയിലുണ്ടാവണമല്ലെന്ന്. പിന്നെ ഇത് ബാംബൂ ഷൂട്ട്സാണ്, ബാംബൂ ഷൂട്ട്സ് ഫെർമെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പലതരത്തിലുള്ള എന്തെന്നാ ഇലക്കറികൾ, തണ്ടുകൾ, ഉള്ളിത്തണ്ട്, അങ്ങനെയുള്ള പല ബീൻസുകൾ. അതായത് ഇതൊരു കടല പോലത്തെ ഒരു ചെടിയാണ്. ഈ ചെടിയുടെ ഉള്ളിൽ ആ കാണുന്ന മുട്ടുകൾ പോലത്തെ പയറാണ് എഡിബിളായിട്ട് വെക്കുന്നത്. ഈ പയറെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ചിട്ട് ഇപ്പോൾ ആ ചെടിയുടെ ഇലയൊക്കെ അവർ കളയും, എന്നിട്ട് ഈ പയർ മാത്രമേ എടുക്കുള്ളൂ. പക്ഷേ ഇത് മൊത്തം ഒരു തണ്ടോടുകൂടെ ചെടിയോടുകൂടിയാണ് നമുക്ക് കിട്ടുള്ളൂ, ഫ്രഷായിട്ട് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഗ്രീൻ പീസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഈ പച്ചപ്പയർ ഞാൻ ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടും എനിക്ക് ചിലപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു കടലേൻ്റെ ഒരു ഷേപ്പിലാണ് അതിൻ്റെ പയറിരിക്കുന്നത്. ഇത് അവർ നമ്മുടെ ദാൽ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റിയാണ്. ഞാൻ അത് പച്ചയ്ക്ക് കടിച്ച് നിന്ന് നോക്കി, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ചില ക്യുക്കുംബറുണ്ട്, ക്യുക്കുംബറിൽ തന്നെ ഭയങ്കര നീളം കൂടിയ വെറൈറ്റീസ്. ഇപ്പം നാട്ടിൽ നമ്മുടെ കുറേ കൃഷിക്കാരൊക്കെ ഇതുപോലത്തെ സംഭവങ്ങൾ, ഇതിപ്പോൾ നമ്മൾ ബോംബെയിലും മഹാരാഷ്ട്രയിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അതേപോലത്തെ നീളം ക്യാരറ്റുകൾ കാണാൻ പറ്റും. പിന്നെ മത്തങ്ങ പോലെ ഇരിക്കുന്ന തക്കാളികൾ, ഇതൊക്കെ അവിടെ ഞാനിങ്ങനെ വെജിറ്റബിൾസിൽ കാണുന്ന ചില റിഫ്രഷിങ് ആണ്. നമുക്കൊരു വെജിറ്റബിൾ ഗാർഡനിൽ പോയ ഒരു ഫീലിംഗ് ആണ് നമുക്ക്. ഈ ഇതുപോലത്തെ മുളകുകൾ, മഞ്ഞൾ, ഇഞ്ചി, ഇങ്ങനെയുള്ള പല സൈസ് സാധനങ്ങൾ നമ്മൾ കാണുമ്പോഴേക്കും നമുക്ക് ശരിക്കും നാട്ടിൽ ഇതുപോലത്തെ കുറേ വെജിറ്റബിൾസ് ഒന്നും കിട്ടത്തില്ല. ബാക്കി നമുക്ക് കോമൺ ആയിട്ടുള്ളത് നമ്മളധികം ഉപയോഗിക്കാത്തതും ഇപ്പോൾ ഇവിടെ ലെമണാണിത്. ലെമൺ വളരെ വലിയ വെറൈറ്റീസ് ഓഫ് ലെമണും ചെറിയ നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ലെമൺസും അവിടെ അവൈലബിളാണ്. ഈ തക്കാളി എനിക്ക് ഭയങ്കര ഇഷ്ടമായ തക്കാളിയാണ്. ശരിക്കും ഒരു മത്തങ്ങയുടെ വലുപ്പമുണ്ട് പല തക്കാളികൾക്കും. പിന്നെ നമ്മുടെ നാടൻ ടൊമാറ്റോസ്, ക്യാപ്സിക്കം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ. ഞാനിത് 4 മണിക്കൊക്കെയാണ് ഈ പറയുന്ന മാർക്കറ്റിൽ കൂടെ നടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് അങ്ങ് പോവാം. ഇവിടെ എന്താ വെച്ചാൽ രാവിലെ ശരിക്കും 3 മണിയൊക്കെ ആകുമ്പോഴേക്കും സൂര്യൻ ഉദിക്കും. രാത്രി 5 മണി, വൈകിട്ട് 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ 10 മണി പോലെ ഇരുട്ടാവും. ഇത് ബേബി പൊട്ടറ്റോയാണ്. ഇത് ലുലുവിലൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് പണ്ട്. ഇത് പക്ഷേ ഇത് 2 കളറിലുണ്ട്, ഒരു പിങ്ക് കളറിലുണ്ട്, നോർമൽ നമ്മുടെ പൊട്ടറ്റോൻ്റെ കളറിലുണ്ട്. അതിൽ ഞാൻ കുറച്ച് മേടിച്ചു, കാരണം വെച്ചാൽ ആ പിങ്ക് കളറിലെ ഞാൻ കണ്ടിട്ടില്ല നാട്ടിൽ. അപ്പോൾ ഞാനത് മേടിച്ചു. അങ്ങനെ എൻ്റെ കയ്യിൽ ഏകദേശം ഇപ്പോൾ പച്ചക്കറിയുടെ ബാഗേജായിട്ട് തന്നെ ഏകദേശം ഒരു 10-20 കിലോ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്.